ആലപ്പുഴ എസ്എൽപുരം കെഎസ്ഇബി ഓഫീസിൽ എൽഡിഎഫ് കുടുംബയോഗത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കാത്തതിന് പിന്നാലെ കെഎസ്ഇബി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ക്രൂരമർദ്ദനം. മർദ്ദനമേറ്റ രാജേഷ് മോനെ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സിപിഎം അനുകൂല യൂണിയനിൽപ്പെട്ട ജീവനക്കാരാണ് തന്നെ മർദ്ദിച്ചതെന്ന് രാജേഷ് പറയുന്നു. എൽഡിഎഫ് സ്ഥാനാർത്ഥി എം ആരിഫിന്റെ കുടുംബയോഗത്തിനിടയിലാണ് സംഭവം. സംഗമത്തിന് ആളുകൾ പോകരുതെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചു എന്നാണ് വിളിച്ച് പറയിപ്പിച്ചു എന്നാണ് ഈ ഓവർസിയറിംഗ് അതൊക്കെ ധരിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ഒരാളോട് പോലും നിങ്ങൾ കുടുംബസമിതി പോകരുതെന്ന് പറഞ്ഞിട്ടില്ല. കാരണം എനിക്ക് 4 ഓഫീസുണ്ട്. അതിൽ മുഹമ്മേന്നും എസ്എൽപുരത്തുനിന്നും പാതിരാപ്പള്ളിയിൽ നിന്നും അവര് വന്നിട്ട് സംസാരിച്ച കൂട്ടത്തിൽ ഇയാൾ ഒച്ചെടുക്കണം നടത്തിക്കുന്നുണ്ട്. അപ്പോൾ ഒച്ചയല്ല ഞങ്ങൾ എന്തെടുക്കുന്നു പറഞ്ഞ പുറമെ കുത്തിപ്പിടിച്ചു. അങ്ങനെ എടുത്തു. എന്നിട്ട് 4 പേരില്ലേ, 2 പേര് പുറകിൽ പിടിച്ചു. അങ്ങനെ ഒരു ഇതുണ്ടായി. അതാണ് അവരടിച്ചു ഇവിടെ കണ്ടു. അപ്പൊ തിരിച്ച് ഞാൻ റെസ്റ്റ് ചെയ്തു. അവര് 2 പേര് പുറകിൽ പിടിച്ചു കൊടുക്കുക. എന്റെ ഓഫീസിൽ ഒരു കമ്പനിയുള്ളതാണ്. അവരെന്ന് വെച്ചാൽ ലീവായിരുന്നു. ഒരു ലേഡി അവരെന്ന് വെച്ചാൽ ലീവായിരുന്നു. ഞാൻ ഉച്ച കഴിക്കാൻ പോലും ഇവിടെ എനിക്ക് അതുപോലെ പണിയുണ്ടായിരുന്നു. 2 പേര് പുറത്ത് പുറകിൽ പിടിച്ചു വെക്കുന്നു. 2 ഫ്രണ്ടിൽ നിന്ന് അടിക്കുന്നു. നിഷ ദിലീപ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിഷ, എന്താണ് സംഭവിച്ചത്? അനു, ഇന്ന് വൈകിട്ട് 3 മണിക്ക് ചേർത്തല NSS കരയോഗം ഹാളിൽ ആലപ്പുഴ LDF സ്ഥാനാർത്ഥി എം ആരിഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഒരു കുടുംബ യോഗം സംഘടിപ്പിച്ചിരുന്നു. അതിൽ പങ്കെടുക്കാൻ അനുവദിച്ചില്ല എന്ന കാരണത്താലാണ് കെഎസ്ഇബി ഓഫീസിലെ എസ്എൽപുരം ഓഫീസിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ രാജേഷ് മോനെ ഈ നേതാക്കൾ കൂട്ടത്തോടെ എത്തി മർദ്ദിച്ചത്. കലവൂർ സബ് ഡിവിഷൻ ഓഫീസിലെ 16 പേർക്ക് ഡ്യൂട്ടി സമയത്ത് കുടുംബയോഗത്തിന് പോകാനാണ് അനുമതി തേടിയത്. കാരണം ഈ എസ്എൽപുരത്തിന് കീഴിലാണ് കലവൂർ സബ് ഡിവിഷൻ വരുന്നത്. അവിടെ അവിടുത്തെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ് ഈ രാജേഷ് മോൻ. ഈ എല്ലാവരും കൂടി ഒന്നിച്ചു പോയാൽ ഡ്യൂട്ടി തടസ്സപ്പെടും, അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് എല്ലാവരും കൂടി പോകുന്നത് ഒഴിവാക്കണം എന്ന കാര്യം അറിയിച്ചു. പക്ഷേ അവിടുത്തെ തന്നെ ഓവർസിയറായ സിബുമോൻ, ഇയാൾ ഇടതുപക്ഷ സംഘടനയിൽപ്പെട്ട ആളാണ്. ഇയാൾ കുടുംബയോഗത്തിന് ശേഷം അവിടെയുള്ള, അതായത് വിവിധ ഇടങ്ങളിൽ ജോലി ചെയ്യുന്ന നേതാക്കന്മാരുമായി എസ്എൽപുരത്തെ ഓഫീസിൽ എത്തിയാണ് രാജേഷ് മോനെ മർദ്ദിച്ചത്. രാജേഷ് മോൻ തന്നെ പറയുന്നുണ്ട് 4 പേർ ചേർന്ന് കൈയൊക്കെ പിടിച്ച് പുറകിൽ കെട്ടിവെച്ചാണ് മർദ്ദിച്ചതെന്ന് പറയുന്നുണ്ട്. എന്തായാലും സിപിഐഎം അനുകൂല ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് അസോസിയേഷനിലെ ഓവർസിയറും ലൈൻമാൻ, സബ് ഡിവിഷൻ എഞ്ചിനീയർ എല്ലാവരും കൂടി ചേർന്നാണ് ഇത്തരത്തിലൊരു മർദ്ദനം നടത്തിയിട്ടുള്ളത്. രാജേഷ് മോൻ പരിക്കേറ്റ് ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അനു, ശരി, നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്.